നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റും ആലപ്പുഴയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയും കൂടിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെതിരെ എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ കേസ് കൊടുത്തിരിക്കുകയാണ്. കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു. അപകീർത്തികരമായ പരാമർശം നടത്തിയതിനെ തുടർന്നുള്ള കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജയരാജന്റെ കേസ് നിലവിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ബി.ജെ.പിയിലേക്ക് പോകാനായി ദല്ലാൽ നന്ദകുമാർ വഴി ജയരാജൻ ചർച്ചകൾ നടത്തിയെന്നുള്ള വെളിപ്പെടുത്തൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയിരുന്നു. രാഷ്ട്രീയ കേരളത്തെ ഏറെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു അത്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു വിവാദമുണ്ടാക്കിയത് എൽ.ഡി.എഫിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ് വിളിച്ചു വരുത്തിയത്. ഈ ആരോപണത്തിനെതിരെയാണ് നിലവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ബി.ജെ.പിയിൽ ചേരാനായി 3 തവണ ചർച്ച നടത്തിയെന്നും ഡൽഹിയിലെ ഹോട്ടലിൽ വെച്ച് പ്രത്യേക കൂടിക്കാഴ്ച നടത്തി എന്നതുൾപ്പെടെയുള്ള നിരവധി വ്യാജ ആരോപണങ്ങൾ ശോഭാ സുരേന്ദ്രൻ നടത്തിയെന്നും അതിലൂടെ തനിക്ക് അപകീർത്തി ഉണ്ടാക്കിയെന്നുമാണ് ചൂണ്ടിക്കാട്ടി കേസ് നൽകിയിരിക്കുന്നത്. വ്യാജ ആരോപണങ്ങൾ തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് പോലും കളങ്കമുണ്ടാക്കിയെന്നും ഹർജിയിൽ തന്നെ വ്യക്തമാക്കുന്നു. ഈ ആരോപണം പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ പരസ്യമായി മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരായി 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് നേരത്തെ ശോഭാ സുരേന്ദ്രന് ഇ.പി. ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ അതിന് മറുപടി ഒന്നും തന്നെ ശോഭ നൽകിയിരുന്നില്ല. അടിസ്ഥാനരഹിത ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ജയരാജന് നിർദ്ദേശം നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഗൂഢാലോചനാ കുറ്റത്തിന് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ, ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇ.പി. ജയരാജൻ തന്നെ DGPക്ക് പരാതി നൽകിയത്. പക്ഷെ അവിടെയും നിരാശയായിരുന്നു ഫലം. കാരണം കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ് തന്നെ മറുപടി നൽകിയിരുന്നു. ഏപ്രിൽ 26-ന് മാധ്യമങ്ങൾ നൽകിയ പ്രസ്താവനയും ഏപ്രിൽ 28-ന് 2 പത്രങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലൂടെയും മനഃപൂർവ്വം തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നും കണ്ണൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ൽ സമർപ്പിച്ച ക്രിമിനൽ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹർജി ശനിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇ.പി. ജയരാജനായി അഡ്വക്കേറ്റ് എം. രാജഗോപാലൻ നായർ, അഡ്വക്കേറ്റ് പി.യു. ശൈലജൻ എന്നിവരാണ് ഹാജരായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.